ജീവിതത്തിൻ്റെ അപ്പവും വെള്ളവും എന്നുള്ളതായ വേദപഠനത്തിലേക്ക് മാന്യപ്രേക്ഷകർ ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കുചേരുവാനായിട്ട് പാസ്റ്റർ രാജു ജോസഫ്, പാസ്റ്റർ മഹേഷ് മണിയൻ പ്രിയമുള്ളവർ നമ്മുടെ മധ്യയിൽ കടന്നു വന്നിട്ടുണ്ട്. നമുക്കവരെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. നമുക്ക് ഇന്ന് ജീവിതത്തിൻ്റെ അപ്പവും വെള്ളവും എന്നുള്ളതായ ഒരു ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇസ്രായേൽ ജനങ്ങൾ അവർ ചെങ്കടലിലൂടെ കടന്ന ശേഷം അവർക്കൊരു പ്രത്യേക അനുഭവം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ചെങ്കടലിൽ കടന്നതിന് ശേഷം ദൈവം അവരോട് അനുശാസിച്ച പ്രകാരം അവർ യാത്ര പുറപ്പെട്ടെങ്കിലും അവർക്ക് ഒരു 3 ദിവസ സമയം ഒരു പ്രത്യേക സ്ഥലത്ത് താമസിക്കേണ്ടതായിട്ട് വന്നു. ഷൂർ എന്ന് പറയുന്നതായ മരുഭൂമിയിലാണ് അവർ താമസിച്ചത്. ആ 3 ദിവസത്തെ താമസത്തിൻ്റെ മധ്യേ അവർക്ക് കുടിപ്പാൻ വെള്ളമില്ലാത്ത ഒരവസ്ഥ. കാരണം കഴിഞ്ഞ ദിനങ്ങളിലൊക്കെയും ചെങ്കടലിൽ കൂടിയുള്ള യാത്രയായിരുന്നു. എന്നാൽ ഇവിടെ ഷൂറിൽ വന്നപ്പോഴത്തേന് അവർക്ക് കുടിക്കാനുള്ള ജലമില്ലാതെ വന്നപ്പോൾ അവർ വെള്ളത്തിന് വേണ്ടി മുറവിളി കൂട്ടി. അങ്ങനെ മുറവിളി കൂട്ടിയ സമയത്താണ് മാറ എന്ന് പറയുന്നതായ ഒരു സ്ഥലത്ത് ജലം കണ്ടെത്തി. പക്ഷേ ആ വെള്ളം കുടിക്കുവാൻ ചെന്നപ്പോൾ ആ വെള്ളത്തിന് കയ്പിൻ്റെ അനുഭവമാണ്. കയ്പായതുകൊണ്ട് അവർ കുടിക്കുവാൻ സാധിച്ചില്ല. അപ്പോൾ മോശ ദൈവത്തോട് അപേക്ഷിച്ചു. ജനം പിറുപിറുക്കുകയാണ്, അവർക്ക് കുടിപ്പാൻ വെള്ളമില്ല, അതുകൊണ്ട് അതിനൊരു മാർഗം എന്താ എന്ന് ചോദിച്ചപ്പോൾ ദൈവം ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞ് ആ വൃക്ഷത്തിൻ്റെ കൊമ്പുകൾ അല്ലെങ്കിൽ ആ വൃക്ഷത്തെ നിങ്ങൾ അവിടെ കൊണ്ടിടുക, അപ്പോൾ എന്ത് ചെയ്യും, ആ ജലം അവർക്ക് കുടിക്കുവാൻ തക്കതായി തീരുമെന്ന് പറഞ്ഞു. എന്നാൽ മോശ ചെയ്ത പ്രവൃത്തിയോടുകൂടി നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ വെള്ളം കുടിക്കാൻ തക്കതായതല്ല. അതല്ല ഇപ്പോഴത്തെ നമ്മൾ പറയുന്നതാണെങ്കിൽ ഇപ്പം മോഡേൺ യുഗത്തിൽ പറയുകയാണെങ്കിൽ അതൊരു യൂസ് പോലെയായി. എന്താണ്, മധുരമുള്ള വെള്ളമായി തീർന്നു എന്നും അവരെല്ലാവരും വെള്ളം കുടിച്ചു എന്നും കാണുവാൻ സാധ്യമാകും. അതുകൊണ്ട് തുടർന്ന് നമ്മൾ കാണുമ്പോൾ ദൈവം പറയുകയാണ്, ദൈവത്തെ നാം ഉയർത്തി കാണിക്കുന്ന ഒരു അനുഭവം കൂടിയാണ് അതിൽ കൂടി നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നത്. ദൈവം തൻ്റെ പ്രവർത്തികളിൽ കൂടി മനുഷ്യന് വേണ്ടതാകുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ദൈവികമാകുന്ന പ്രവൃത്തി എന്ത് എന്നൊരു സാക്ഷ്യം മുഖേന അവർക്ക് കാണിക്കുവാൻ സാധ്യമായി. അതുകൊണ്ട് വേണം പറയുന്നത്, ദൈവം പിന്നെ വീണ്ടും അവർക്കൊരു വാക്യത്തിൽ കൂടി ഇപ്രകാരം പറഞ്ഞിരിക്കുകയാണ്. ദൈവം അവർക്കൊരു വാഗ്ദത്തം നൽകുകയാണ്. നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോട് കേട്ട് അനുസരിച്ച് അവൻ നൽകുന്ന കൽപ്പനകളെ പ്രമാണിച്ച് നിൻ്റെ അനുസരിച്ച് നടക്കുകയാണെങ്കിൽ സകല വിധികളും ന്യായപ്രമാണങ്ങളും അത് നേരത്തെ ആയിരുന്ന ഈജിപ്തിലായിരുന്ന അവസ്ഥയിൽ നിന്ന് അവർക്ക് വലിയൊരു വിടുതലിൻ്റെ അനുഭവം ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മാറായിലെ അനുഭവം അത് കയ്പായിരുന്നു, അത് മധുരമാക്കി ദൈവം മാറ്റി. അപ്പോൾ ഇവിടെ അവർ അതിൽ നിന്നുള്ള ഒരു പാഠം ഉൾക്കൊള്ളുന്നു. പ്രതിസന്ധിയായിരുന്നു, എന്നാൽ ദൈവം ഇടപെട്ട് അവരെ അതിനൊരു പരിഹാരം ദൈവം അവിടെ നൽകി. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകുന്നു. ആ പ്രതിസന്ധികളിൽ ഇനി ദൈവം എന്നെ മുന്നോട്ട് നയിക്കും എന്നുള്ള ഒരു ആശ്വാസം നമുക്ക് ഉണ്ടാകുമ്പോൾ ആ ഒരു അനുഭവത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ളതായിട്ടുള്ള അനുഭവം, അതായത് സകലതും അവസാനിച്ചു അല്ലെങ്കിൽ ഇനി മുമ്പോട്ട് നമുക്ക് പോകുവാൻ സാധ്യമല്ല എന്ന് ചിന്തിക്കുന്ന വേളയിൽ നമുക്ക് വഴിയൊരുക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ഇസ്രായേൽ ജനങ്ങൾ ചെങ്കടലിൻ്റെ മധ്യത്തിൽ അകപ്പെടുന്ന വേളയിൽ മുമ്പോട്ട് അവർക്ക് വഴിയില്ല. പിന്നിൽ ഫറവോൻ്റെ സൈന്യം, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധിക്കുകയില്ല. ഒന്നുകിൽ ചെങ്കടലിൽ മുങ്ങി മരിക്കണം, അല്ലെങ്കിൽ ഫറവോൻ്റെ സൈന്യത്തിൻ്റെ ശിക്ഷ കൊണ്ട് മരിക്കണം. അല്ലാതെ വേറൊരു ഓപ്ഷനില്ല. അല്ലെങ്കിൽ തിരിച്ച് അവരെ അനുസരിച്ച് അടിമ ജീവിതത്തിലേക്ക് പോകണം. അങ്ങനെ പ്രത്യാശ നഷ്ടപ്പെടുന്ന വേളയിലാണ് ദൈവം അവർക്ക് ചെങ്കടലിനെ പിളർന്നു നൽകുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും പല സാഹചര്യങ്ങളിലും സാമ്പത്തിക പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, അതുപോലെ തന്നെ പലവിധമായിട്ടുള്ള രോഗങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കും അത് അവസാനിച്ചു, ഇനി നമുക്ക് ഒരു പ്രത്യാശയില്ല, നമ്മുടെ ജീവിതം ഇവിടെ തീർന്നു എന്ന് ചിന്തിക്കുന്ന വേളയിൽ ദൈവം നമുക്ക് വഴികളെ തുറന്നു നൽകുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ നയിക്കുന്നത്. ആ ദൈവം എപ്പോഴും നമ്മളെ നയിക്കാൻ ശക്തനാണ് എന്ന്
നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ലോകത്ത് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതായിട്ടുള്ളൊരു കാര്യം. എന്നോട് ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മ ഇങ്ങനെ ചോദിച്ചു, മോനിപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ പാസ്റ്ററാണ്. അതെങ്ങനെയായി എന്ന് അമ്മ ചോദിച്ചു. കാരണം എൻ്റെ പഴയ കാലഘട്ടത്തിലെ ജീവിതം അത് അവസാനിച്ച് ഞാൻ പാസ്റ്ററായി തീർന്ന വേളയിൽ ആ അമ്മ എന്നോട് ചോദിക്കുകയാണ്, നീ എങ്ങനെ പാസ്റ്ററായി? ഞാൻ പറഞ്ഞു, ഞാൻ കർത്താവ് യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കി ക്രിസ്തീയ ജീവിതം നയിച്ചു തുടങ്ങിയപ്പോൾ. അപ്പോൾ ആ അമ്മ എടുത്തു ചോദിച്ചതാണ്, മകനെ, ക്രിസ്തുവിലേക്ക് വന്നാൽ നമുക്കും ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ലഭിക്കുമോ? ഞാൻ പറഞ്ഞു, തീർച്ചയായും ലഭിക്കും അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ ആ അമ്മ പറഞ്ഞതാണ്, ഇന്ന് ലക്ഷോപലക്ഷം ജനങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിനെ പിന്തുടരുന്നു. കാരണം അവരുടെ ജീവിതത്തിൽ ഇതുപോലുള്ള അനേകം സാക്ഷ്യങ്ങൾ, പ്രത്യാശയുടെ അനുഭവങ്ങളെ അവർക്ക് പറയുവാൻ സാധിക്കും മോനെ. അതുകൊണ്ടാണ് അവർ ക്രിസ്തുവിലായത് എന്ന് ഞാനും വിശ്വസിക്കുന്നു എന്ന് ആ അമ്മ പറയുവാനിടയായി തീർന്നു. അതുപോലെ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മളെ നടത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവം എപ്പോഴും നമ്മളെ നയിക്കുവാൻ ശക്തനാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ 16-ാം അധ്യായം 1 മുതൽ 36 വരെയുള്ളതായ വേദഭാഗങ്ങളിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ജനം ദൈവത്തോട് പിറുപിറുക്കുന്നു. ഇന്നും ജനം ദൈവത്തെ, എന്താണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്, ദൈവത്തെ പഴിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഈ ദൈവത്തിൻ്റെ നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ ആ നടത്തിപ്പിന് വിലങ്ങുതടി എന്ന് പറയുന്നത് എപ്പോഴും പൈശാചികമാകുന്ന ഒരു ശത്രു മറുപക്ഷത്തുണ്ട് എന്ന് നാം മറന്നു പോകരുത്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളെ കൂടുതൽ പരീക്ഷകളിലേക്ക് നയിക്കപ്പെടുമ്പോൾ അവൻ ഏത് പക്ഷത്താണ് നിൽക്കുന്നത് എന്നുള്ള ഒരു ചിന്താഗതി അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഉയർത്തി കാണിക്കുന്നതാണ് അവൻ ഏത് പക്ഷത്താണ് വിലയിരുത്തപ്പെടുന്നത്. നല്ലൊരു ആശയമാണത്. ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഈ ചർച്ചയിലേക്ക് നമ്മൾ തിരികെ വരുന്നതായിരിക്കും. മാന്യപ്രേക്ഷകരെ, എങ്ങും പോകരുത്, ഈ ചർച്ച ഞങ്ങൾ തുടരുന്നു. ജീവിതത്തിൻ്റെ അപ്പവും വെള്ളവും എന്നുള്ളതായ വേദപഠനത്തിലേക്ക് മാന്യപ്രേക്ഷകർ ഏവർക്കും സ്വാഗതം. ഇവിടെ ജനങ്ങൾ പിറുപിറുക്കുന്നു, ദൈവത്തോട് പിറുപിറുക്കുന്നു. ഇന്നും ആധുനിക ലോകത്തിൽ ജീവിക്കുന്ന ജനങ്ങൾ ദൈവത്തോട് പിറുപിറുക്കുന്നു. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുക. നമ്മൾ പ്രതിപാദിച്ചുകൊണ്ടിരുന്നതാണ്, ഇസ്രായേൽ മക്കളെ ദൈവം വഴി നടത്തിയപ്പോഴത്തേന് അവരുടെ യാത്ര ആരംഭിച്ച് 2-3 മാസം കഴിഞ്ഞ സമയങ്ങളിലാണ് ഈ സംഭവവികാസങ്ങളൊക്കെയും ഉണ്ടാകുന്നത്. വെള്ളത്തെക്കുറിച്ച് അവർ പിറുപിറുത്തത്, അതിനുശേഷം അവർ ഉള്ളിയെക്കുറിച്ച് അവർ പിറുപിറുത്ത്, അവർക്ക് പക്ഷികൾ അല്ല മാംസം കഴിക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ കാടപ്പക്ഷിയെ നൽകുന്നതായൊക്കെ നമുക്ക് കാണുവാൻ സാധ്യമാകും. എന്നാൽ ഈ സാഹചര്യങ്ങളിൽ കൂടിയൊക്കെയും അവർ പോകുന്ന സമയത്തും അവർ ദൈവത്തോട് എപ്പോഴും ഒരു മത്സരികളായി നിന്ന് ജീവിതത്തിൽ സുഖം അനുഭവിക്കുന്ന സമയങ്ങളിൽ അവർ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുതലുണ്ട് എന്ന് ചിന്തിക്കും. പക്ഷേ അത് അല്പസമയത്തിന് മാത്രമേ ഉള്ളൂ. ഇന്നും മനുഷ്യൻ്റെ അവസ്ഥ അത് തന്നെയാണ്. ഇന്നത്തെ മനുഷ്യനെ നമ്മളൊന്ന് വിലയിരുത്തി നോക്കിയേ. മനുഷ്യൻ ഇന്ന് മനുഷ്യൻ്റെ ഇച്ഛകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ അല്ല നാം ഇന്ന് പൊതുസമൂഹത്തിൽ കാണുന്നത്. കാരണം ദൈവികമാകുന്ന ജീവിത നിലവാരത്തിൽ ജീവിക്കുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് ദൈവം എൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കണം. അതുകൊണ്ടെന്താണ് ഇന്ന് നാം ദൈവത്തെ ഒരു സ്ഥാനത്തേക്ക് ഇരുത്തിയിട്ട് ദൈവത്തെ ചെന്ന് കാണുന്ന ഒരു അനുഭവമായി തീർന്നിരിക്കുകയാണ്. ദൈവം നമ്മളിലേക്ക് കടന്നു വരുവാനും നമ്മളിലായിത്തീരുവാനും ദൈവത്തിൻ്റെ പാത പിന്തുടരുവാനും ആരും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ദൈവികമാകുന്ന അനുഭവവും ദൈവികമാകുന്ന നടത്തിപ്പും ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ മാത്രമേ യഥാർത്ഥമായി ദൈവികത എന്തെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമാകുകയുള്ളൂ. അല്ലെങ്കിൽ പലപ്പോഴും നാം കുറവുകളെ മുൻനിർത്തിക്കൊണ്ട് പിറുപിറുക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. ഇത് തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ പുറപ്പാട് 17-1 മുതൽ 7 വരെ അവിടെ ആ ഭാഗം എന്താണ് പറയുന്നതെന്ന് വിവരിക്കാൻ പറ്റുമോ? പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ടുള്ള ഭാഗങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ചെങ്കടലിൽ നിന്നും ദൈവം അവരെ വിടുവിച്ചു കൊണ്ടുവന്നു. അതിനുശേഷം 3 ദിവസങ്ങൾക്ക് ഒടുവിൽ അവർ മാറയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു. അവിടെ ദൈവം അവർക്ക് മാറയെ മധുരമുള്ള വെള്ളമാക്കി നൽകുന്നു. അതിനുശേഷം അവർ രഫീദാം എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥലത്തെത്തുന്ന വേളയില്ല വീണ്ടും അവരുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി.
അല്ലെങ്കിൽ അവിടെ കുടിക്കുവാൻ വെള്ളമില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നു, മോശയ്ക്കെതിരെ പിറുപിറുക്കുന്നു. ചിന്തിച്ച് നോക്കുക, ഇത്രയും വലിയ അത്ഭുതങ്ങൾ കണ്ടതായിട്ടുള്ള ജനം ഇവിടെ കുടിക്കുവാൻ വെള്ളമില്ല എന്നുള്ള നിസ്സാര കാര്യം പറഞ്ഞ് മാറയിലെ വെള്ളം മധുരമാക്കി കൊടുത്ത ദൈവത്തിനെതിരെയും അവരെ ചെങ്കടലിലൂടെ ദൈവിക സാന്നിധ്യത്തിൽ നടത്തിക്കൊണ്ടുവന്ന മോശയ്ക്കുമെതിരെ പിറുപിറുക്കുന്ന ഒരു അവസ്ഥ വിശേഷം അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന. അങ്ങനെ ജനം പിറുപിറുക്കുന്ന വേളയിൽ മോശ ദൈവത്തിൻ്റെ മുമ്പാകെ പ്രാർത്ഥിക്കുന്ന ഈ ജനം ഇങ്ങനെ പിറുപിറുക്കുന്നു, എന്താണ് ചെയ്യേണ്ടത്? ദൈവം അവരെ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ അവരെ പിറുപിറുപ്പിനെതിരെ തിരിയുകയോ ചെയ്യാതെ ദൈവം ഇവിടെ പ്രവർത്തിക്കുന്നതായിട്ടുള്ളൊരു കാര്യം, ദൈവം മോശയോട് പറയുന്നു, മോശ നീ വടി കൊണ്ട് ആ പാറ അടിക്കുവാൻ പറയുന്നു. മോശ പാറ അടിക്കുന്നു, അങ്ങനെ അവർക്ക് ജലം ലഭിക്കുന്നു. ഇതിനെക്കുറിച്ച് പിൽക്കാലത്ത് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തുമ്പോൾ പറയുന്നത്, നിങ്ങൾ അന്ന് ദൈവത്തെ പരീക്ഷിച്ചതുപോലെ ഇനി പരീക്ഷിക്കരുത് എന്ന് അവിടെ എടുത്തു പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ജനം ഇത്രയും അത്ഭുതങ്ങൾ കണ്ടിട്ടും അതിശയകരമായ രീതിയിൽ മുന്നോട്ട് സഞ്ചരിച്ചിട്ടും അവരെ നടത്തിയതായിട്ടുള്ള ദൈവത്തിനെതിരെ പിറുപിറുക്കുന്ന ഒരു അവസ്ഥ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇവിടെ നമ്മൾ തുടർന്ന് നമ്മൾ ഈ പുറപ്പാട് ഈ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആ ദേശങ്ങൾ, ഈ ജനങ്ങൾ ഇവിടെ കടന്നു പോകുന്ന ആ ദേശങ്ങളിൽ നടന്നതായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അരങ്ങേറുന്നതെന്നൊന്ന് തുടർന്ന് പറയാൻ പറ്റും? ഈ സമയങ്ങളിൽ പാസ്റ്റർ മുമ്പേ പ്രതിപാദിച്ചതുപോലെയുള്ളതായ പരീക്ഷണഘട്ടമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഒരു പക്ഷെങ്കിൽ. പക്ഷേ ഒരിക്കലും ഒരു പരീക്ഷണഘട്ടമെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് അവരുടെ ഒരു നീഡായിരുന്നു, ഒരു ആവശ്യമായിരുന്നു. ഈ ജലം ഉണ്ടാകുക, അവർക്ക് സ്ഥിരമായിട്ട് വെള്ളം ലഭിക്കുക എന്ന് പറയുന്നതും അവർക്ക് നല്ല ആഹാരം ലഭിക്കുക എന്ന് പറയുന്നതും. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ഈ അധ്യായത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ ഇസ്രായേൽ മക്കൾ എപ്പോഴും അനുനിമിഷം അവർ കലഹിക്കുന്ന ഒരനുഭവം. എന്ത് നമുക്ക് ലഭിച്ചാലും നമ്മൾ കലഹിക്കുന്ന ഒരനുഭവമാണെങ്കിൽ അത് ഒരു ശാന്തത കണ്ടെത്തുവാൻ കഴിയുകയില്ല. അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലാണെങ്കിൽ നോക്കൂ, നമ്മുടെ ആത്മീയ ജീവിതത്തിലാണെങ്കിൽ നോക്കൂ, നമുക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു സമൂഹം എന്ന നിലയിൽ നാം കലഹിക്കുന്ന സ്വഭാവം, എന്തിനെക്കുറിച്ചും ഇപ്പോഴും കുറ്റം പറയുന്ന ഒരു അവസ്ഥാവിശേഷമാണെങ്കിൽ എന്തു ചെയ്യും? അതിന് നമുക്കൊരു പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കത്തില്ല. ഏതൊരവസ്ഥയിലാണെങ്കിലും നാം ശാന്തത കൈവരിച്ചുകൊണ്ട് ദൈവികമാകുന്ന നടത്തിപ്പിനിൽ കൂടി നാം സഞ്ചരിക്കുമ്പോൾ മാത്രമേ പ്രതികൂലങ്ങളെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഇസ്രായേൽ മക്കൾ അവരുടെ യാത്രയിലുടനീളം അവർ പെറുവീർപ്പുള്ളവരായതുകൊണ്ടാണ് മുൻപോട്ട് നമ്മൾ പോകുമ്പോഴത്തേന് നമുക്ക് കാണുവാൻ സാധ്യമാകും ദൈവം അവർക്കൊരു നിയമസംഹിത എഴുതി നൽകപ്പെടുവാനായിട്ട് ചിന്തിച്ചത് തന്നെ അതിനുള്ള കാരണമാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു ബോധമില്ലാത്തൊരു ജനമായിട്ട് മാറുകയാണ്. അവർ മനുഷ്യനോട് വാദിക്കുന്ന പോലെ, മനുഷ്യനോട് മത്സരിക്കുന്ന പോലെ, അല്ലേ, മനുഷ്യനോട് ഇടപെടുന്ന പോലെ അവർ ദൈവത്തോട് എന്ത് ചെയ്യുകയാണ്, അവിടെ പിറുപിറുക്കുന്നതായ ഒരു അനുഭവമാണ് കാണുന്നത്. നമ്മൾ തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 10:4 അവിടെ എന്താണ് പ്രത്യേകിച്ച് വിവരിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? അവിടെ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഈ ഭാഗത്തെ ഇവിടെ എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അവർ നടന്നതായിട്ടുള്ള സമയത്ത് കുടിച്ച ആത്മീക പാറ ക്രിസ്തുവാകുന്നു. അവരെ നയിച്ച മേഘസ്തംഭവും അഗ്നി തൂണും കർത്താവായ യേശുക്രിസ്തു ആകുന്നു. അവർ ഭക്ഷിച്ചതായിട്ടുള്ള മന്ന, സ്വർഗത്തിൽ നിന്നും ദൈവം പൊഴിച്ചു കൊടുത്ത മന്ന ക്രിസ്തു ആകുന്നു എന്ന് കർത്താവ് യേശുക്രിസ്തു തന്നെ യോഹന്നാന് ലേഖനം എഴുതിയപ്പോൾ അവിടെ പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയും പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിലെ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാട് ക്രിസ്തുവാണ് എന്നും പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇവിടെ സ്നാനവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ചെങ്കടലിൻ്റെ ഭാഗം പൗലോസ് അപ്പോസ്തലൻ എടുത്ത് പറഞ്ഞിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇതിൽ നിന്നും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ളൊരു കാര്യം, പഴയ നിയമപുസ്തകവും പുതിയ നിയമപുസ്തകവും വേർപെട്ട് നിൽക്കുന്നതല്ല. ഇതിൽ നിന്നും എടുത്ത് ഉദ്ധരിച്ച് ഒരേ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ എഴുത്തുകളെ തന്നെയാണ് പിൽക്കാലത്ത് അപ്പോസ്തലന്മാർ എടുത്ത് രേഖപ്പെടുത്തിക്കൊണ്ട് പഴയ നിയമത്തിലെ ക്രിസ്തുവിനെ വളരെ വ്യക്തമായിട്ട് ഈ ഇസ്രായേൽ ജനങ്ങളെ നയിച്ചു കൊണ്ടുവന്നത് സ്വർഗത്തിലെ ദൈവം കർത്താവായ യേശു ക്രിസ്തു ആണ് എന്ന വളരെ വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു നല്ലൊരു ചർച്ചയാണ്. ഈ ചർച്ച ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തുടരുന്നതായിരിക്കും. മാന്യപ്രേക്ഷകരെ, ആരും എങ്ങും പോകരുത്. ഈ രസകരമായ ഈ ചർച്ച നമ്മൾ തുടരുന്നു.
ജീവിതത്തിൻ്റെ അപ്പവും വെള്ളവും എന്നുള്ള വേദപഠനത്തിലേക്ക് മാന്യപ്രേക്ഷകർ ഏവർക്കും വീണ്ടും സ്വാഗതം. ഇവിടെ നമ്മൾ യോഹന്നാൻ 4:7 മുതൽ 15 വരെയുള്ളതായ വാക്യങ്ങളിൽ അവിടെ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് എന്ത് ഉപദേശമാണ് അവിടെ നിന്ന് ലഭിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ പ്രത്യേകമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത് ശമരിയക്കാരത്തി സ്ത്രീയുടെ കഥയാണ്. അവിടെ ആ സഹോദരി വെള്ളമെടുക്കുവാൻ വേണ്ടി നട്ടുച്ചയ്ക്ക് വരുന്ന സമയത്ത് കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടെത്തുന്നു. പക്ഷേ യേശുക്രിസ്തുവിനെ യഥാർത്ഥമായി ദൈവമായിട്ടല്ല കാണുന്നത്. ഒരു യഹൂദൻ എന്നുള്ള നിലയിൽ യേശുക്രിസ്തു വെള്ളം ചോദിച്ച സമയത്ത് പറയുന്നു, കിണറാഴമുള്ളതാണ്, ഞാനൊരു ശമരിയ സ്ത്രീയാണ്, ഞാൻ നിങ്ങൾക്ക് വെള്ളം എങ്ങനെ തരും എന്നൊക്കെയും സംസാരിച്ചതിന് ശേഷം കർത്താവ് അവരുടെ ചർച്ചയുടെ തുടർച്ചയായിട്ട് പറയുകയാണ്, ഞാൻ നിനക്ക് ജീവജലം നൽകുവാൻ സാധ്യമാകുന്ന ഒരു വ്യക്തിത്വമാണ് എന്ന്. അപ്പോഴാണ് അവൾ പറയുന്നത്, ഈ ഒരു ജീവജലം എല്ലാവർക്കും ലഭിക്കുകയാണെങ്കിൽ എൻ്റെ ദേശത്തുള്ള എല്ലാവർക്കും ഒരു അനുഗ്രഹമായി മാറും. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പോയി എൻ്റെ ദേശത്തുള്ളതായ ആളുകളെ എല്ലാം കൂട്ടിക്കൊണ്ട് വരാം എന്ന് പറയുകയും ആ ഒരു രക്ഷാപദ്ധതിയിലേക്ക് മറ്റുള്ളവരെ നയിക്കുവാനായിട്ട് സാധ്യമായി തീർന്ന ഒരു കഥയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പഴയ നിയമ ചരിത്രത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ക്രിസ്തു എന്ന ജീവൻ്റെ ജലം അത് പ്രാപിക്കുവാൻ സാധ്യമാവുകയാണ് എങ്കിൽ അവർക്ക് അവരുടെ ഇവിടെ പറയുന്നു, ഞാൻ എനിക്ക് ഒരു നാളും ദാഹിക്കുകയില്ല എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രയാണത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അവർ ക്രിസ്തുവിനെ പൂർണ്ണമായും പിൻപറ്റി ജീവിച്ചാൽ അവർക്ക് ഇപ്രകാരം ഒരു പ്രതികൂല അവസ്ഥ ഉണ്ടാകുകയില്ല എന്ന് കൂടി നമുക്ക് കാണുവാൻ സാധ്യമാകും. ദൈവികമാകുന്ന അനുഗ്രഹത്തിൽ ജീവിക്കാൻ കഴിയും. ഇവിടെ യോഹന്നാൻ 6:31 അതിൽ തികച്ചും ഇച്ചിരി വ്യത്യാസമായിട്ട് പറയുന്നു. അതെന്താണെന്ന് പറയുക. അവിടെ പ്രത്യേകമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ജീവൻ്റെ അപ്പത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതും ക്രിസ്തുവിനെയാണ് പ്രദാനം ചെയ്തിരിക്കുന്നത്. ജീവൻ്റെ അപ്പം എന്ന് പറയുന്നാൽ കർത്താവായ യേശു ക്രിസ്തു എന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ നടത്തിപ്പ്, അതും യഹൂദൻ്റെ അല്ലെങ്കിൽ ഇസ്രായേലിനെ നയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് മന്ന എപ്രകാരം ലഭിച്ചുവോ ആ മന്ന പ്രദാനം ചെയ്യുന്നത് നമ്മൾ ഈ പാഠത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഭാഷ പ്രതിപാദിച്ചതുപോലെ തന്നെ അത് ക്രിസ്തുവിനെ പ്രദാനം ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. മന്നയായിട്ട് ജീവൻ്റെ അപ്പമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കൾക്ക് അവർ ദൈവികമാകുന്ന അനുഗ്രഹത്തിൽ കൂടി അവർക്ക് മുൻപോട്ട് പോകണമെങ്കിൽ ക്രിസ്തുവാകുന്ന അപ്പവും ക്രിസ്തുവാകുന്നതായ വീഞ്ഞും അവർക്ക് ആവശ്യമാണ്. അഥവാ ജീവജലം അവർക്ക് ആവശ്യമാണ്. അത് രണ്ടും പ്രദാനം ചെയ്യുന്നത് ക്രിസ്തുവിനെയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധ്യമാകും. ഒരു യഹൂദനായ ഒരു വ്യക്തി ഒരു ശമരിയ സ്ത്രീയുടെ അടുത്ത് വെള്ളം ചോദിക്കുന്നു. അത് സാധാരണ നടക്കുന്ന ഒരു സംഭവമേ അല്ല. എന്നാൽ ഇവിടെ ഒരു തികഞ്ഞും വ്യത്യസ്തമായ ഒരു മനുഷ്യൻ, ആ സ്ത്രീ പലപ്പോഴും വെള്ളം കോരുവാൻ അവിടെ വന്നിട്ടുണ്ട്, ഈ മനുഷ്യനെ എങ്ങും കണ്ടിട്ടുമില്ല. എന്നാൽ ഇപ്പോൾ ഒരു മനുഷ്യൻ വെള്ളം ചോദിക്കുകയാണ്, എനിക്ക് അല്പം വെള്ളം കുടിക്കാനായിട്ട് തരണമെന്ന്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് വെള്ളത്തിൻ്റെ ആ ചർച്ച മുന്നോട്ട് പോകുമ്പോൾ പറയുകയാണ്, ഞാൻ നിനക്ക് വെള്ളം തരാം. അപ്പോഴാണ് പറയുന്നത്, കിണർ ഇവിടെ ഉണ്ട്, കയറും ഇല്ല, പാളയും ഇല്ല, പിന്നെ നീ എങ്ങനെയാണ് എനിക്ക് വെള്ളം തരാൻ പോകുന്നത്? അപ്പോഴാണ് ദൈവം പറയുന്നത്, ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ നീ ഒരു നാളും നിനക്ക് ദാഹിക്കില്ലെന്ന്. എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇവിടെ ആ സ്ത്രീയോട് ക്രിസ്തു പറയുകയാണ്, ഞാൻ തരുന്ന വെള്ളം നിനക്ക് ലഭിച്ചാൽ അത് നിനക്ക് ദാഹിക്കുകയില്ല എന്ന്. അപ്പോൾ അവൾ ഉത്സാഹത്തോടെ പറയുകയാണ്, എനിക്ക് ആ വെള്ളം കുറച്ച് തരുമോ എന്ന്, വേണമോ എന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള കോൺവെർസേഷൻ ക്രിസ്തുവും ഈ സ്ത്രീയും തമ്മിൽ നടന്നു പോയതിന് ശേഷം ആ സ്ത്രീ മനസ്സിലാക്കുന്നു, ശരിക്കുള്ള ജീവൻ്റെ ജലമായിരിക്കുന്ന ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കുടിച്ചതായിട്ടുള്ള ആ ആത്മീക പാറയാകുന്ന ക്രിസ്തുവിൽ നിന്നും നമുക്ക് ലഭിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ദാഹിക്കുകയില്ല. ക്രിസ്തു മറ്റൊരവസരത്തിൽ വളരെ വ്യക്തമായിട്ട്, അതും യോഹന്നാൻ അപ്പോസ്തലനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഉത്സവത്തിൻ്റെ 7-ാം ദിവസത്തിൽ ക്രിസ്തു ആ ദേവാലയത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്നവരെല്ലാം എന്നിൽ നിന്നും കുടിക്കട്ടെ, എന്നിൽ നിന്നും ജീവനദിയുടെ ഉറവകൾ പൊട്ടുന്നു. ആ ക്രിസ്തുവിൽ നിന്ന് കുടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പഴയ നിയമ കാലഘട്ടത്തിൽ മോശയുടെ സമയത്ത് ആ പാറയിൽ നിന്നും, ആത്മീക പാറയിൽ നിന്നും കുടിച്ചവർക്ക്
വീണ്ടും ദാഹിച്ചു എന്ന് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ക്രിസ്തുവാകുന്ന യഥാർത്ഥ ക്രിസ്തു കാൽവരിയിൽ നമുക്ക് യാഗമായി കഴിഞ്ഞു, സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ആ ക്രിസ്തുവാകുന്ന ജീവജലത്തിൽ നിന്നും നമ്മൾ ഇനി കുടിക്കുകയാണ് എങ്കിൽ നമുക്കൊരു നാളും ദാഹിക്കുകയില്ല എന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇനി നമ്മൾ ആ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുവാൻ പോവുകയാണ്. ആ ക്രിസ്തു വീണ്ടും വന്ന് തൻ്റെ വിശുദ്ധന്മാരെ ചേർത്ത് കഴിയുമ്പോൾ മരണവും രോഗവും ദുഃഖവും ഒന്നുമില്ലാത്തതായിട്ടുള്ള ആ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ദൈവത്തിൻ്റെ വചനം പറയുന്നു, കുഞ്ഞാട് നമ്മളെ മേയിച്ച് ജീവൻ്റെ ഉറവുകളിലേക്ക് നയിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അപ്പോൾ ആ ക്രിസ്തുവിൽ നിന്നും കുടിച്ചാൽ ഒരിക്കലും നമുക്ക് ദാഹിക്കുകയില്ല എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ നമ്മൾ വീണ്ടും അതിൽ നോക്കുമ്പോൾ തന്നെ ആവർത്തന പുസ്തകം 4-ാം അധ്യായം 4-8 ഈ വാക്യങ്ങളിൽ അവിടെ എന്താ പറയുന്നതെന്ന് പറയാൻ പറ്റുമോ? അവിടെ ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങളെ അനുസരിച്ച് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, ദൈവിക കൽപ്പനകളെ നമ്മൾ പ്രമാണിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവിടെ വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മൾ തുടർന്നുള്ള ഭാഗങ്ങളിൽ പുറപ്പാട് പുസ്തകത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മൾ ദൈവകൽപ്പനകളെ ദൈവം നൽകുന്നതിനെക്കുറിച്ചും ആ കൽപ്പനകളെ നമ്മൾ പ്രമാണിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെയും വളരെ സ്പഷ്ടമായിട്ട് അവിടെ ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇവിടെ ദൈവം വളരെ സ്പഷ്ടമായിട്ട് മോശെ പ്രവാചകനിലൂടെ ഇസ്രായേൽ ജനങ്ങളോടും വരുവാനിരിക്കുന്ന തലമുറയോടൊക്കെയും പറയുന്നു, ദൈവത്തിൻ്റെ ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും വിധികളും നമ്മൾ അനുസരിച്ച് നടക്കണം എന്ന് ദൈവം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നല്ലൊരു ചർച്ചയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പാസ്റ്റർ പ്രാർത്ഥിക്കുക. കരുണാസമ്പന്നനാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, ഇന്നത്തെ അടിയങ്ങളുടെ കേൾവിക്കാർക്ക് ദൈവത്തിൻ്റെ വചനം ശ്രവിച്ചവർക്ക് അത് അവരുടെ ഹൃദയത്തിൽ എഴുതപ്പെടുവാൻ, ദൈവവുമായിട്ടൊരു ഈടാർന്ന ബന്ധമുണ്ടാകുവാൻ, ദൈവികമാകുന്ന നടത്തിപ്പിൽ അവർക്ക് ജീവജലമായി അങ്ങയുടെ ആ നടത്തിപ്പുണ്ടാകുവാൻ സ്വർഗമിടയാക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകലതും ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇത്രയും നേരം സ്റ്റുഡിയോയിൽ കടന്നു വന്ന് ആശയങ്ങൾ പങ്കുവച്ച ദൈവദാസന്മാർക്ക് പ്രത്യേകമായ നന്ദി അറിയിപ്പിച്ചു. മാന്യ പ്രേക്ഷകരെ, വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ജീവജലം നമ്മൾ കുടിക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി, നമസ്കാരം.